തീർച്ചയായും നമ്മൾ നാട് മാത്രം ചിന്തിക്കുമ്പോഴും തങ്ങളൊരു ഇൻ്റർനാഷണൽ ഫിഗറും കൂടിയാണ്. അതായത് ഇപ്പോൾ ഒന്ന് ഫസൽ പൂക്കോയ തങ്ങളെ നാട് കടത്തിയതിന് ശേഷം തുർക്കിയിൽ പാഷയായിട്ട്, അതായത് അവിടുത്തെ ഒരു ഗവർണറായിട്ട് ഫസൽ പൂക്കോയ തങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മൊത്തം മുസ്ലിം പാരമ്പര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മലബാർ മേഖലകളിൽ എപ്പോഴും എന്താണ് ഒരു, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് യാത്രാ പാരമ്പര്യമാണ്. അതേപോലെ തന്നെ ഒരുപാട് ഹിസ്റ്ററികൾ നമുക്ക് ആ സ്വഭാവത്തിൽ. ഈ നമ്മൾ കടൽ എന്ന് പറയുമ്പോഴും മമ്പുറം തങ്ങന്മാർക്ക് വിശിഷ്യ നമുക്ക് പറയാൻ പറ്റുന്ന പോയനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തങ്ങൾ ഉണ്ടാക്കിയ പള്ളികളോട് സഞ്ചരിക്കും. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു ഓരോ പോയിൻ്റെ സൈഡിലാണ് വരും. അപ്പോൾ തങ്ങൾ എങ്ങനെയാണ് തങ്ങളുടെ ഒരു ഗ്ലോബൽ ഫിഗർ ഇതൊക്കെ ഉള്ള ഒരു ഇന്തോനേഷ്യൻ പരിസരത്തിലൂടെ നമുക്ക് തങ്ങളെ വായിക്കാൻ പറ്റും. നമ്മൾ ഒരു സൂഫി ടേമിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയാം മമ്പ്രത്തങ്ങൾ കുത്തുബുസ്സമാൻ എന്നുള്ളൊരു കൺസെപ്റ്റിൽ പറയും. കുത്തുബുസ്സമാൻ എന്ന് പറയും. കുത്തുബുസ്സമാൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഈ സൂഫികളുടെ ടെർമിനോളജീസിൽ ഒരു ഘട്ടത്തിൽ ഒരു അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാളുണ്ടാവും. പിന്നെ വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾ ആയിട്ട് മമ്പ്രതങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയാം. അതെങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ അത് സൂഫികൾക്കിടയിലുള്ളതാണ്. പിൽക്കാലത്ത് നമ്മുടെ ഉമർ ഖാദി എഴുതിയൊരു കവിതയുണ്ട് മമ്പ്രതങ്ങളെ കുറിച്ചിട്ട്, അനുശോചന കാവ്യമുണ്ട്. ഈ അനുശോചന കാവ്യത്തിൽ അവർ അഭിസംബോധന ചെയ്യുന്നത് കുത്തുബുസ്സമാൻ എന്നുള്ള ടേം. അത് സൂഫികൾ തിരിച്ചറിയും ആരാണിത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും മമ്പ്രതങ്ങൾ ഇവിടെ ജീവിക്കുമ്പോഴും മമ്പ്രതങ്ങൾ ലോകത്തിന് ഗ്ലോബലി തങ്ങൾക്ക് പലയിടത്തും കണക്ഷൻ ഉണ്ടാവണം. അത് വ്യത്യസ്ത രീതിയിൽ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ രസകരമായിട്ട് ഇപ്പോൾ ഈ അടുത്ത് തന്നെ മമ്പ്രതങ്ങളെക്കുറിച്ച് ഒരു ടോക്കിൽ ഇങ്ങനെ പറഞ്ഞത്, മമ്പ്രതങ്ങളുടെ വിവാഹങ്ങളെ ഈ മാരിറ്റൽ റിലേഷൻസിനെ ഈ ട്രാൻസ്നാഷണൽ കണക്ഷൻസിൻ്റെ ഒരു വഴിയായിട്ട് മമ്പ്രതങ്ങളുടെ വിവാഹത്തെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മമ്പ്രതങ്ങളുടെ വിവാഹം 4 വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ മമ്പ്രതങ്ങളുടെ മക്കളുടെ വിവാഹങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു വിവാഹം 2-3 വിവാഹങ്ങൾ മലബാറിൽ നിന്നാണ്, പ്രത്യേക നിമിത്തങ്ങൾ കാരണങ്ങളാവും. ഒരു വിവാഹം നടക്കുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാണ്. ഇന്തോനേഷ്യയിൽ അതോ മലേഷ്യയിൽ തിമോർ എന്ന് പറഞ്ഞാൽ തിമോരിയ, ആയിഷ തിമോരിയ, ഇവരുടെ ഖബർ ഇപ്പോഴും മമ്പ്രത്തുണ്ട്. അപ്പോൾ എങ്ങനെ മമ്പ്രതങ്ങൾ ഈ തിമോറിൽ നിന്നൊരു വിവാഹം കഴിക്കുന്നു? അത് മമ്പ്രതങ്ങളുടെ ഒരു ലോകം എന്ന് പറയുന്നത് അത് വ്യത്യസ്ത ദേശങ്ങളാണ്. മമ്പ്രതങ്ങളുടെ മകളുണ്ട് ഒരു ഫാത്തിമ, ഷെരീഫ ഫാത്തിമ പറഞ്ഞിട്ട്, അവർ വിവാഹം ചെയ്യുന്നത് ജിദ്ദയിൽ നിന്ന് ഒരാൾ വന്നിട്ടാണ്. അതാ ആ ഒരു കണക്ഷൻ നിൽക്കുന്നുണ്ട്. ഈ വിവാഹത്തിലൂടെ തന്നെ മമ്പ്രതങ്ങളുടെ ആ ഒരു ട്രാൻസ്നാഷണൽ കണക്ഷൻസിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിലപ്പുറം രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു സാധനം, മമ്പ്രതങ്ങളുടെ ഈ കറാമത്തുകളായിട്ട് പറയപ്പെടുന്ന ഒരുപാട് കഥകൾ. ഈ കഥകളുടെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് മലബാറല്ല. പല കഥകളുടെയും ഭൂമിശാസ്ത്രം, അതിൻ്റെ ലൊക്കേഷൻ, ഒരു ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ ഉണ്ടല്ലോ, അത് മലബാറല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ ഇപ്പോൾ പാങ്ങൽ അഹമ്മദ് മുസ്ലിയാർ മമ്പ്രതങ്ങളുടെ 100 കറാമത്തുകളെ സമാഹരിച്ചുകൊണ്ടൊരു മൗലിദ് എഴുതിന്. മമ്പ്രതങ്ങളെക്കുറിച്ചുള്ള ഒരു പക്ഷേ ഏറ്റവും വലിയൊരു മൗലിദ് അറബിയിലൊരു സോഴ്സാണ് ഇതാണ്. ഈ കറാമത്തുകൾ ഇപ്പോൾ അതിൽ പറയുന്ന ഒരു സാധനം ഈ ശ്രീലങ്കയായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇപ്പോൾ തങ്ങളെ ഓർക്കുന്നുള്ള ചരിത്രങ്ങൾ, അഥവാ അവിടെ പോകുന്ന ഒരാൾ നോക്കുമ്പോൾ അവിടെ പോയിട്ട് തങ്ങൾ നിരന്തര സ്ഥലമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സാധനം ഇയാൾക്ക് ബോധ്യമാകുന്നൊരു ഇതുണ്ട്. ഇപ്പോൾ ചില ഒരു ഘട്ടം പറയുന്നുണ്ട്, ഒരാൾ ഇപ്പോൾ ഒരു ബൈത്താൻ മുഹമ്മദ് മുസ്ലിയാർ മമ്പ്രതങ്ങളുടെ ഒരു ശിഷ്യനാണ്. അപ്പോൾ മമ്പ്രതങ്ങൾ ഇവിടെ നിന്ന് ചില ഘട്ടത്തിൽ ആളുകളിൽ നിന്ന് പണം പിരിക്കുന്നത് ഇദ്ദേഹം കാണും. പള്ളി ഉണ്ടാക്കാനാണെന്നാണ് പണം പിരിക്കുന്നു മമ്പ്രതങ്ങൾ. അപ്പോൾ ഇയാൾക്ക് മനസ്സിൽ ഭയങ്കര ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഇത് മമ്പ്രതങ്ങൾ അറിയുന്നു, മമ്പ്രതങ്ങൾ ചോദിക്കുന്നൊന്നുമില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കാശ് പിരിക്കുന്നത്? പള്ളി ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ബൈത്താൻ മുഹമ്മദ് മുസ്ലിയാർ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ ഇപ്രാവശ്യം ഹജ്ജിന് പോകണമെന്ന് മമ്പ്രതങ്ങൾ ഇയാളോട് പറയാം, ബൈത്താൻ മുഹമ്മദ് മുസ്ലിയാരോട്. അയാൾ ഹജ്ജിന് പോയപ്പോൾ അവിടെ ഒരു പണി നടക്കുന്നുണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത്. അപ്പോൾ ഇതാരാണ്? ഇത് മലബാറിൽ നിന്നുള്ള ഒരാളാണ് പള്ളി ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് തിരിച്ചു വന്ന മമ്പ്രതങ്ങൾ ചോദിക്കണം, ബൈത്താനെ നിൻ്റെ ശൈത്താൻ പോയോ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്കതിലൂടെ തന്നെ കൺഫ്യൂഷൻ മാറുന്നു. മമ്പ്രതങ്ങൾ മലബാറിൽ ഉണ്ടാകുമ്പോഴും ശ്രീലങ്കയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണെന്നോ, ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയുടെ പല ദേശത്തും ഒരാളെ പറയുന്നുണ്ട്, അതിൻ്റെ ഉത്തരേന്ത്യയിലൊരു സ്ഥലമാണ് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ, അയാൾക്ക് വലിയൊരു പണക്കാരനാണ്, അപ്പോൾ അയാളെന്തോ ധർമ്മഷ്ടനോ ഇതൊക്കെ ആയിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരിക്കൽ തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരാൾ ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, എന്തോ സാധനം മോഷണം പോയതോ വേറെ എന്തോ ഒരു നഷ്ടം പറയണം. അപ്പോൾ പറയുന്ന ഒരു സാധനം കൊടുത്തിട്ട്, നിങ്ങൾ ഇത് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട്, ഉത്തരേന്ത്യയിലെ സ്ഥലം പറയുന്നത്, അവിടെ കൊണ്ടുപോയിട്ട് അയാൾക്ക് ഇങ്ങനെ അയാൾക്ക് കൊടുക്കണം. അപ്പോൾ അയാൾ ഒരുപാട് വിശുദ്ധന്മാരെ കണ്ട് രോഗം ചികിത്സ ആയിട്ട് ഒന്നും ആവാതെ കഷ്ടപ്പെട്ടിരിക്കുക. അതിനിടയിലാണ് മലബാറിൽ നിന്ന് തങ്ങളുടെ അടുത്ത് മറ്റൊരാൾ വരികയാണ്, എൻ്റെ എന്തോ മോഷണം പോയിന് അല്ലേ മറ്റോ. അപ്പോൾ ഇത് കിട്ടാനുള്ള പരിഹാരം എന്താ പറയുന്നത്, ഈ ഒരു സാധനം ഇന്ന സ്ഥലത്ത് കൊണ്ടുവരിക. അവിടെ ആണെങ്കിൽ അയാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എനിക്കൊരു ചികിത്സ സാധനം കിട്ടണത്. അപ്പോൾ അവിടെ പോയി കൊടുക്കുന്നു, അത് അയാൾക്ക് അനുഗ്രഹമാകുന്ന അയാളുടെ രോഗം ഭേദമാവുന്നു, ഇയാൾക്ക് ഇവിടെ വരുമ്പോൾ ഇയാളുടെ സാധനം തിരിച്ചു കിട്ടുന്നു.
അപ്പോൾ തങ്ങളുടെ കണക്ഷൻസ് പറയുന്ന ഈ കറാമത്തുകളെ വെച്ചിട്ട് തങ്ങളുടെ ഈ ട്രാൻസ്നാഷണൽ കണക്ഷനുകളെ നമുക്ക് രസകരമായിട്ട് അത് മറ്റൊരിതാണ്. കാരണം പുതിയ കാലത്തെ ചരിത്രത്തിൻ്റെ ഉപദാനങ്ങളായിട്ട് നമ്മൾ ഓർമ്മകൾ വെക്കും. ഇതേപോലെയുള്ള കറാമത്തുകളൊക്കെ ചരിത്രത്തിൻ്റെ പല രീതിയിലുള്ള ഉപദാനങ്ങളാണ്. ആ രീതിയിൽ നമുക്കതിനെ വികസിപ്പിക്കാൻ പറ്റും. അപ്പോൾ അത് മമ്പ്രന്തങ്ങളിൽ മാത്രം. ഇനി ഫضൽ തങ്ങൾ എന്ന് പറയുന്നത് ഈ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിലും മറ്റൊക്കെ ഒരു അധ്യായം തന്നെയാണ്. ഫضൽ തങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, മമ്പ്രന്തങ്ങൾ നാട് കടത്താൻ ബ്രിട്ടീഷുകാർ പല അജണ്ടകളുണ്ടാകുന്നു. പക്ഷെ അത് സാധിക്കുന്നത് ഇന്ന് ഫضൽ തങ്ങൾ വരുമ്പോൾ 1844 മമ്പ്രന്തങ്ങൾ മരിക്കുന്നു. അതിന് ശേഷം ഫضൽ തങ്ങൾ നേരെ അറേബ്യയിലേക്ക് പോയിട്ട് ഒരു 4 വർഷം അവിടുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ 1848 തിരിച്ചു വരുമ്പോഴേക്ക് ഇവരുടെ ലീഡർഷിപ്പിന് ഇങ്ങനെ ദാഹിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഫضൽ തങ്ങൾ വരുന്നത്. ഫضൽ തങ്ങൾ പിന്നെ അത്രമാത്രം അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരുന്നു. മമ്പ്രന്തങ്ങളെക്കാൾ ഈ ആൻറ്റി കൊളോണിയൽ വിഷയത്തിലൊക്കെ വളരെ ഒരു ആർഡൻ്റായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന ആളാണ് ഫضൽ തങ്ങൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫضൽ തങ്ങളെ നാട് കടത്തിയേ പറ്റുമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. സ്ട്രെയിഞ്ച് റിപ്പോർട്ട് അവരൊക്കെ അന്ന് കൊടുക്കുന്നത് ഇവിടുത്തെ സയ്യിദ് ലീഡർഷിപ്പിനെ നാട് കടത്തിയാലേ നമുക്കിവിടെ വേണ്ടതുപോലെ നിൽക്കാൻ പറ്റൂ എന്നുള്ള. ബ്രിട്ടീഷുകാർ ഈ സയ്യിദ് ലീഡർഷിപ്പിന് അത്രമാത്രം അവർ ഉന്നം വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ മമ്പ്രന്തങ്ങൾ വന്നുടനെ അവർ പദ്ധതി ഇരുന്നു. പക്ഷെ അതിനിടയിൽ മമ്പ്രന്തങ്ങളൊരു അറസ്റ്റ് ചെയ്യുന്നൊരു ഘട്ടമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവർക്ക് നാട് കടത്താന്നുള്ളത് അവർക്ക് പറ്റുന്നില്ല. പക്ഷെ ഫضൽ തങ്ങൾ വന്നോ ലീഡർഷിപ്പിലേക്ക് കുത്തനങ്ങ് കയറിയതോടെ അവർ ഒരു പുതിയ റിപ്പോർട്ട് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ഒരാളെ നിയമിക്കുന്നുണ്ട്, സ്ട്രെയിഞ്ചിനെ. അയാൾ പഠിച്ചിട്ട് സമർപ്പിക്കുന്ന റിപ്പോർട്ട് ഇതാണ്: ഈ സയ്യിദ് ലീഡർഷിപ്പിനെ നാട് കടത്തിയാലേ ഇനി നമുക്ക് അതിജീവനമുള്ളൂ എന്നാണ്. അങ്ങനെയാണ് 1852 ഫضൽ തങ്ങൾ അവർ നാട് കടത്താൻ തീരുമാനിക്കുന്നു. പക്ഷെ നാട് കടത്തുമ്പോഴും നേരിട്ടങ്ങ് നാട് കടത്തിയാൽ ഇവിടെ പ്രശ്നവും നമ്മൾക്കെതിരെ അത് അപകടം വരും. അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു അജണ്ട, ഒരു എന്താ പറയുക, തിരക്കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ തങ്ങളെ സ്വാധീനിക്കാൻ മറ്റു ചില പറഞ്ഞേക്കാം. അതാ ഇനി തങ്ങൾ ഇവിടെ നിന്നാൽ നാട് കടത്തും, അതുകൊണ്ട് തങ്ങൾ സ്വന്തം പിരിഞ്ഞു പോവണം. അപ്പോൾ ജനങ്ങൾക്കിടയിൽ എന്ത് കൊടുക്കണം? തങ്ങൾ ഹജ്ജിന് പോയതാണ് എന്നുള്ളൊരിത് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ വിഷയമാണ്, അവർക്ക് നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു തിരക്കഥ ഒരുക്കിയിട്ടാണ് മമ്പ്രന്തങ്ങളെ, അതാ ഒരു എക്സൈൽ തന്നെയാണ്, അതാ ഫോഴ്സ്ഡ് എക്സൈൽ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഫضൽ തങ്ങളെ നാട് കടത്തുന്നു, അവർ പോകുന്നു. അവർ പോയിട്ട് മക്ക മദീനയിൽ കുറച്ചു കാലം താമസിക്കുന്നുണ്ട്. പിന്നീട് അന്ന് ഒട്ടോമൻ എംപയറിൻ്റെ സലാലയിലുള്ള ഗവർണറായിട്ട് തങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ കാലത്ത് തന്നെ തങ്ങൾക്ക് അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, വലിയ സ്വീകാര്യത വരുന്നു. പിന്നീട് പലയിടത്തായിട്ട് അന്നത്തെ ഉസ്മാനി ഒട്ടോമൻ എംപയറിലെ ഭരണാധികാരികൾ തങ്ങളുടെ ഈ ഒരു ഫിഗർ, തങ്ങളുടെ കഴിവുകളൊക്കെ കണ്ടിട്ട് ഉന്നത സ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവസാനം അന്നത്തെ ഭരണാധികാരിയുടെ അഡ്വൈസറായിട്ട് തുർക്കിയിൽ ഔദ്യോഗികമായിട്ട് തങ്ങൾക്ക് പോസ്റ്റ് എടുക്കുന്നുണ്ട്. 1901 ഫضൽ തങ്ങൾ മരിക്കുന്നത്. അതുവരെ തങ്ങൾ ഒരു മലയാളിയായ അറേബ്യൻ ഒരു ചക്രവർത്തിയായിട്ടാണ് ഫضൽ തങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. പിന്നീട് തങ്ങളുടെ ഈ യാത്രകൾ, ഈ മലബാറിൽ നിന്ന് പോകുന്നവരായിട്ടുള്ള കോണ്ടാക്ട്സ്, അത് മക്കയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അന്ന് ബ്രിട്ടീഷുകാർ ഈ നാട് കടത്തിയ തങ്ങൾ നാട്ടിലെ തങ്ങളെക്കാൾ പവർഫുൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതാ മക്കയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ വിവരങ്ങൾ അവരറിയും. അപ്പോൾ പിന്നീട് ഇവിടെ ആ ഘട്ടത്തിൽ നാട് കടത്തിയിട്ടും അവർക്ക് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല, പ്രശ്നം ശക്തമാകുകയാണ്. കാരണം മലബാറിൽ നിന്ന് അന്ന് തന്നെ ഹജ്ജിനുള്ള യാത്രകൾ വ്യാപകമായിട്ട് ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു വിഷയത്തെ അവർ അത്രയും കാണുന്നുണ്ട്. പക്ഷേ അവിടെ പോയതിന് ശേഷം 1 വർഷത്തിന് ശേഷം ഫضൽ തങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ശ്രമം നടത്തുന്നു. 1 വർഷത്തിന് ശേഷം അത് അവിടെ എത്തുമ്പോഴാണ് ഇവരുടെ തിരക്കഥകൾ വ്യക്തമായിട്ട് ബോധ്യമാകുന്നതും എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളൊരു സാധനങ്ങൾ. അങ്ങനെ 1853-4 കാലങ്ങളൊക്കെ ആകുമ്പോൾ പലതവണ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോഴും ബ്രിട്ടീഷുകാർ അതിനെ അനുവദിക്കുന്നില്ല. അവരുടെ തീരുമാനമാണത്. ഈവൻ 1800 അവസാനത്തിലാവുമ്പോഴും അവരുടെ മക്കൾ ശ്രമിക്കുന്നുണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ. ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 1930 വരെ, 1920-30 വരെ ഫضൽ തങ്ങൾ മരിച്ചതിന് ശേഷം ഒരു അലി തങ്ങൾ ഈ പരമ്പരയിൽപ്പെട്ടവർ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോഴും ബ്രിട്ടീഷുകാരെ അനുവദിക്കുന്നില്ല. അപ്പം അതിനിടയിൽ ഒരു അലി തങ്ങൾ വരുന്നുണ്ട്. അത് തുർക്കി ഖിലാഫത്തിൻ്റെ സ്വാധീനങ്ങൾ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ട് നാട്ടിലേക്ക് വരാൻ അവർ പദ്ധതി ഇടുന്നുണ്ട്. അങ്ങനെ ഒരു പരപ്പനങ്ങാടി എവിടെ ഇറങ്ങി ട്രെയിനിൽ തിരൂരങ്ങാടി പരപ്പനങ്ങാടി വരെ എത്തുന്നുണ്ട്. അപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് വിവരം കിട്ടുന്നത് പരപ്പനങ്ങാടി കാലുകുത്താതെ മാഹി എന്ന ഫ്രഞ്ച് ഭരണ പ്രദേശം, അവിടെ പോയിട്ട് അവരിറങ്ങുന്നുണ്ട്. അത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ മമ്പ്രം ഫാമിലിയിൽ നിന്ന് ഒരു മനുഷ്യനെ ഈ ലാൻഡിൽ കാലുകുത്താൻ ബ്രിട്ടീഷുകാർ സമ്മതിക്കുന്നില്ല.
അതൊരു സയ്യിദ് ലീഡർഷിപ്പിനെ ബ്രിട്ടീഷുകാർ എത്ര പേടിച്ചു എന്നുള്ളതിൻ്റെ ഒരു സംഭവമാണിത്. അത് കൃത്യമായിട്ട് അതൊരു ദൈർഘ്യം, ഒരു നൂറ്റാണ്ട് കാലത്തെ പോരാട്ടത്തിൻ്റെ ഹിസ്റ്ററിയാണ് ശരിക്കും അമൃതന്മാരിൽ കിട്ടുന്നത്. ആ രണ്ട് വ്യക്തികളാണെങ്കിൽ പോലും ഇവർക്ക് പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 2000-ലോ മറ്റോ ആണ് ഈ മമ്പ്രതങ്ങളുടെ ഫാമിലി, അവർ സിറിയയിലൊക്കെ വലിയ പണക്കാരും സ്വാധീനമുള്ള വ്യക്തികളാണ്. അവർ പിന്നീട് 2000-ലോ മറ്റോ ആണ് മലബാറിലേക്ക് തിരിച്ചു വരുന്നത്. ഇത്രയും കാലം ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല.